നമ്മൾ എത്ര ടൈം ഇതിന് വേണ്ടി ഇരിക്കണോ അത്ര നമുക്ക് പെർഫെക്ഷൻ കിട്ടും. എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് കണ്ണ് എങ്ങനെ വരയ്ക്കാം. കണ്ണ് മിക്കവാറും ആൾക്കാർ വരയ്ക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ണ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ണിൻ്റെ ഓരോ ഷേപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി ജസ്റ്റ് നമ്മുടെ എല്ലാ കണ്ണിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കുലിപ്പുണ്ടാവും. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഒരു റാ വരയ്ക്കാം. ഇനി അടിയത്തെ കുലിപ്പിൽ നിന്ന് അത് ജോയിൻ ചെയ്യാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ വരയ്ക്കാം. ഇവിടെ കുറവും ആ സൈഡിൽ വരുമ്പോൾ കൂടുതലായിരിക്കുള്ളൂ, അപ്പോൾ അതുപോലെ വരയ്ക്കാം. പിന്നെ അടിയിലും അതുപോലെ തന്നെ ഒരു തടിപ്പുണ്ടാവും എല്ലാവരും, അത് വരയ്ക്കാം. ഇനി കൃഷ്ണമണി വരയ്ക്കുമ്പോൾ എല്ലാവരും ഫോട്ടോ റെഫറൻസ് ആരും ശ്രദ്ധിക്കുക. ഏത് ഭാഗത്തേക്കാണ് കണ്ണിൻ്റെ കൃഷ്ണമണി പോകുന്നത്. ചിലപ്പോൾ ഒരു സൈഡിലേക്കായിരിക്കാം, ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കാം, ചിലപ്പോൾ നേരെ ആയിരിക്കാം, മുകളിലേക്കായിരിക്കാം. അതനുസരിച്ച് വരയ്ക്കണം. ചിലപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ഉള്ളൊരു കണ്ണാണ് വരയ്ക്കണം, അപ്പം സെൻറ്ററായിട്ട് ഒരു കൃഷ്ണമണി വരയ്ക്കാം. ഞാൻ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വന്നെന്നില്ല. എന്നിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയൊരു ബ്ലാക്ക് പോർഷൻ ഉണ്ട്, അത് അടയാളപ്പെടുത്തുക. പിന്നെ ഒരു ഹൈലൈറ്റ് പോർഷൻ അടയാളപ്പെടുത്തുക. ജസ്റ്റ് എന്തെങ്കിലും സ്ക്വയർ പോലെ അല്ലെങ്കിൽ റൗണ്ട് പോലെ വരച്ചിടാം. ലൈറ്റായിട്ട് ഇവിടെ ഒരു ഹൈലൈറ്റും അടയാളപ്പെടുത്തുക. പിന്നെ ഇനി വന്നത് ഷെയ്ഡിങ്. കൺപീലി വരയ്ക്കാൻ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. രണ്ട് രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരെണ്ണം നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ പീലിയുടെ ഷേപ്പ് അനുസരിച്ച് വരയ്ക്കാം. പിന്നെ ഒരെണ്ണം ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു റാ തിരിച്ചിട്ട് ഷേപ്പ് വരച്ച് ഷേപ്പ് കണ്ടെടുത്താം. എന്നിട്ട് ആ ഒരു ഷേപ്പ് മുകളിലേക്കൊന്ന് പൊക്കി കൊടുത്താൽ മതി. കുറച്ച് ബിഗിനേഴ്സിന് കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും, കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം അങ്ങനെ വരയ്ക്കാം. ഞാനിപ്പോൾ നോർമലി ഷേപ്പ് അനുസരിച്ചാണ് വരയ്ക്കാം. ഇപ്പം അതെ ഇവിടെ ഈ ഒരു ഭാഗം തുടങ്ങി സെൻറ്റർ വരെ ഇങ്ങോട്ടായിരിക്കും കണ്ണിൻ്റെ പീലിയുടെ ഷേപ്പ്. സെൻറ്ററിൽ നേരെ ടോപ്പിലേക്കായിരിക്കും. ഈ സൈഡിലേക്ക് വരുമ്പോൾ താഴത്തേക്കായിരിക്കും. ഇങ്ങനെ താഴത്തേക്കായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പം ഞാൻ തൽക്കാലം മറ്റേപാട് കൺപീലി ഒന്ന് ഡാർക്കൺ ചെയ്ത് വരയ്ക്കാൻ പോകണം. ഫസ്റ്റ് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് കൺപീലി ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് മുകളിൽ നിന്ന് വരാം. ഈ ഭാഗത്ത് വരുമ്പോൾ ടോപ്പിൽ ഡാർക്കർ ഷെയ്ഡും അടിയിലേക്ക് വരുമ്പോൾ ലൈറ്റർ ഷെയ്ഡായിരിക്കും. അപ്പോൾ അത് നോക്കി ഷെയ്ഡ് ചെയ്യുക. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു കുലിപ്പ് പോലെ ഷെയ്ഡ് ചെയ്യുക. ഹൈലൈറ്റ് പോർഷൻ ആയിരിക്കും ഉള്ളത്, കൂടുതലും ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കുള്ളൂ. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ചെറിയൊരു ലൈൻ കൂടി ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ അടിയിലത്തെ കൺപീലി വരയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ അടിയിലത്തെ പോർഷനും ഷെയ്ഡ് ചെയ്യുക. അതും അടിഭാഗം ഡാർക്കനും മുകളിലേക്ക് വരുമ്പോൾ ലൈറ്റും ആയിരിക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഷെയ്ഡ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു പെൻസിൽ വെച്ചാണ് ചെയ്യണത്. ഇത് ലെയർ ബൈ ലെയർ ആണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ അതിനുള്ള ടൈമുമില്ല, പെൻസിൽസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ച് ഡാർക്കൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ് വരും. പിന്നെ ഈ ഭാഗത്ത് അത് ഡാർക്കായി കഴിഞ്ഞാൽ കണ്ണ് കാണാനൊരു മെനയുണ്ടാവില്ല. സോ മാക്സിമം ലൈറ്ററായി കൊടുക്കുക. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിക്കുള്ളിൽ ഒരു ഡാർക്കർ പോർഷൻ ഉണ്ട്, അത് മാക്സിമം ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ആ ലൈറ്റ് പോർഷൻ നമ്മൾ വിട്ടേക്കണ എന്തായാലും വിടാം. പിന്നെ ഈ ഡാർക്കർ പോർഷനിൽ നിന്ന് കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കാം. നമ്മൾ കണ്ണിൽ സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും ഓരോ ലൈൻസ് ഇരിക്കണം. അപ്പോൾ അതുപോലെ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കുക. തിരിച്ചും ഈ സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 3D എഫക്റ്റ് കിട്ടും. അതായിട്ട് കണ്ണിൻ്റെ മുകൾ ഭാഗം ഫുള്ള് ഡാർക്കണായിരിക്കുള്ളൂ. ഡാർക്കൻ ചെയ്യുക. അടിയിലേക്ക് വരുമ്പോൾ ലൈറ്ററായിട്ട് കൊണ്ടുവരിക. മാക്സിമം ലൈറ്ററായിട്ട് കൊണ്ടുവരിക. മുകളിൽ മാക്സിമം ഡാർക്കറാക്കാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഫീൽ കിട്ടും കണ്ണിൻ്റെ.
താഴത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇപ്പം കണ്ണ് ഒരു 3D എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഡാർക്ക് ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലായി, ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചാർക്കോൾ പെൻസിൽ വെച്ച്. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക്നെസ് കിട്ടും, നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഓരോ ഷെയ്ഡ് 3-4 ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡാർക്കൻ ചെയ്ത് വന്ന പോലെ ഓരോ ലെയർ ബൈ ലെയർ ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ അത്ര പെൻസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് ചാർക്കോൾ ഡാർക്ക് പെൻസിൽ വെച്ച് ചെയ്യണം. ഇപ്പോൾ ഹൈലൈറ്റ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് നമുക്ക് കൊടുക്കാം. ഇനി കൺഫീൽ വരച്ച് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പോർഷൻ ഈ സൈഡിലേക്കും, ഇവിടേക്ക് വരുമ്പോൾ ടോപ്പിലേക്കും, ഇവിടെ നേരെ സ്ട്രൈറ്റ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡ്. ഓക്കെ, അതുപോലെ വരച്ച് കൊടുക്കാം. ഇവിടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്ട്രൈറ്റ് ആയി കൊടുക്കുന്നു. ഈ സൈഡിലേക്ക് വരുമ്പോൾ തിരിഞ്ഞ് ഷെയ്ഡ് ചെയ്യണം. പിന്നെ ഓവറാക്കി അലമ്പായി കളയരുത്. മാക്സിമം കാണുമ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടണം. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും നേരെ താഴത്തേക്ക് ലെഫ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ ലൈനിൽ നിന്ന് വേണം കൊടുക്കാൻ. അതും ആദ്യം ഇട്ടതിൻ്റെ അതിനേക്കാൾ ഒരു ചെറിയൊരു ലൈനായിട്ട് കൊടുക്കണം. പിന്നെ അടുപ്പിച്ച് തിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാനൊരു രസം ഉണ്ടാവില്ല. കണ്ണിൻ്റെ പീല് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഹൈലൈറ്റ് പോർഷനും ഏരിയാസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ എത്ര ടൈം ഇതിനു വേണ്ടി ഇരിക്കണോ അത്ര നമുക്ക് പെർഫെക്ഷൻ കിട്ടും. കുറച്ച് ടൈമിനുള്ളിൽ വരച്ച് തീർക്കാനാണെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ കിട്ടും. മാക്സിമം കൂടുതൽ ടൈം ഇരിക്കാൻ നോക്കുക, അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഹൈലൈറ്റ് ചെയ്യാൻ ഒരു വൈറ്റ് ജെൽ പെൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വൈറ്റ് പോർഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ, അത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്ത് ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കണ്ണ് ഒരു പെർഫെക്റ്റ് വേയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും പല പല രീതിയിലായിരിക്കും വരയ്ക്കണം, പക്ഷെ ഞാൻ നോർമലി ഇങ്ങനെയാണ് കണ്ണ് വരയ്ക്കാറ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ഏത് വേണമെന്നും കമൻറ്റ് ചെയ്യുക, ഞാൻ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.